ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചൊരങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. ഒരു കറിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മെത്തേഡിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങളാരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചൊരങ്ങ കൊണ്ട് ഓൾറെഡി നമ്മൾ കുറേ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചൊരങ്ങ റെസിപ്പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 പിടി, നിറച്ചെടുക്കേണ്ട, ഒരു 2 പിടിയോളം നമ്മുടെ ചെറുപയർ പരിപ്പുണ്ടല്ലോ, ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ചെറുപയറല്ല, ചെറുപയർ പരിപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ തൂരപ്പരിപ്പോ സാമ്പാർ പരിപ്പ് അതൊന്നും അല്ല, ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 2 പിടി, ഒരുപാടങ്ങ് നിറച്ചെടുക്കേണ്ട, ഒരു 1 ലെവൽ ചെയ്തിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരുപാടങ്ങ് കുഴയണ്ട, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്ന ഒരു പരുവം, കുഴഞ്ഞ് വരുന്ന, അതായത് നല്ല ഉടഞ്ഞ് വരുന്നൊരു പരുവം ഉണ്ടല്ലോ, ആ ഒരു പരുവം വരെ നമ്മളിതൊരു വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഉപ്പൊന്നും ഇടുന്നില്ല, ഉപ്പ് പിന്നീട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 1-2 വിസിൽ കേൾപ്പിച്ചെടുക്കുക. ഞാനൊരു 2 വിസിൽ കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്നായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ടൈമിൽ ഞാനൊരു ചെറിയ കഷ്ണം ചൊരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി വയ്ക്കാം. അപ്പോൾ അതായി കിട്ടട്ടെ. നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു 1-2 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 8-10 ചെറിയുള്ളി ചേർത്താലും മതി. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോളയാണ്, അതിൻ്റെ അരമുറി എടുത്തിട്ടുള്ളൂ കേട്ടോ. ചെറിയ സവോളയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ചെറിയ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വലിയ തക്കാളി ചേർക്കേണ്ട, ചെറുത് മതി. വലുതൊക്കെ ആണെങ്കിൽ അരമുറി മതിയാവും. നല്ല പഴുത്ത തക്കാളി ചേർക്കുക കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പച്ചമുളക് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, സ്കിപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിലാണ് ഇതിൻ്റെ എരിവ്. അപ്പോൾ 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിവേപ്പില ചേർക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് അത്യാവശ്യം നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചൊരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് പച്ചമുളക് ചേർക്കണം. ഞാനതാണ് പറഞ്ഞത്, ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചമുളക് നമ്മുടെ കറിവേപ്പില ഇട്ട ടൈമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പച്ചമുളക് കൂടി ചേർത്തു. ഒരു 3 പച്ചമുളകൊക്കെ ചേർക്കുക കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച്, പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചും ചേർത്ത് കൊടുക്കുക. വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ എരിവാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കൊരു 1-2 മിനിറ്റ് ഈ ചൊരങ്ങ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനകത്ത് ചൊരങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചാൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് നമ്മുടെ ചൊരങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഈ സമയത്ത് നമ്മുടെ പരിപ്പ് വിസിലൊക്കെ കേട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്ന സ്റ്റേജിൽ നമുക്കിതിനകത്തേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ സാധാരണ കുമ്പളങ്ങയും പരിപ്പും അതുപോലെ തന്നെ സാമ്പാർ പരിപ്പാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക, ചൊരങ്ങയും പരിപ്പും ഒക്കെ ചേർത്തിട്ട് തേങ്ങ അരച്ച് കറി വയ്ക്കും, ആ ഒരു കറിയാണോ എന്ന് വിചാരിക്കും. ഒരിക്കലും അല്ല കേട്ടോ. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി നമ്മുടെ ചൊരങ്ങയൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് പരിപ്പ് വേവിക്കേണ്ട. പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതിയാവും, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോവും. പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു 75% എബോവ് നമ്മുടെ ചൊരങ്ങ വെന്തതിന് ശേഷം വേണം പരിപ്പ് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പരിപ്പ് ഒരുപാടങ്ങ് കുഴഞ്ഞങ്ങ് കലങ്ങി പോവുമല്ലോ. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ലൂസ് വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് ഇതെല്ലാം ഒന്ന് ജോയിൻ ആയി വരട്ടെ. നന്നായിട്ട് തിളയ്ക്കണം.
ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ പരിപ്പിൽ ഉപ്പ് ചേർത്തിട്ടല്ല വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോയിൽ വയ്ക്കുക. എന്നിട്ട് നല്ലപോലെ തിളച്ച് ഇതെല്ലാം ഒന്ന് ജോയിനായി വരണം. നന്നായിട്ട് തിളച്ച് ഇതൊക്കെ ഒന്ന് ജോയിനായി വരുന്ന സമയത്ത് ഞാനിതിനകത്തേക്ക് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു 1.5 പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. അരച്ചിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ ഇട്ട് കൊടുക്കുകയാണ്. ചിരകിയെടുക്കുക. അപ്പോൾ നല്ല ചെറുതായിട്ട് ചിരകിയെടുക്കുക. എന്നിട്ട് ആ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരുപാട് വലിയ പീസാക്കിയിട്ട് ചിരകിയെടുക്കരുത്. നല്ല ചെറുതായിട്ട് ചിരകിയെടുത്തതിന് ശേഷം ഒരു 1.5 പിടിയോളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ശരിക്കും തനി നാടൻ റെസിപ്പിയാണ്. നമ്മൾ ഒരുപാട് മസാലപ്പൊടികളോ ഒരുപാട് ഇൻഗ്രീഡിയൻസോ ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് ചെയ്യും. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു പ്രത്യേക കൂട്ടാണത്. അത് നമ്മൾ സാധാരണ നമ്മൾ സാമ്പാർ പരിപ്പും ചുരങ്ങയൊക്കെയാണല്ലോ എടുക്കുക. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ചെറുപയർ പരിപ്പും അതുപോലെ ചുരങ്ങയാണ് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങയൊക്കെ ഇങ്ങനെ ചേർക്കുമ്പോൾ. തേങ്ങ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. പിന്നെ ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കറി നമ്മൾ കഴിക്കുന്ന ടൈമിൽ ചോറിലേക്ക് കറി ഒഴിച്ചിട്ട് കുറച്ച് ഒരു ടീസ്പൂണൊക്കെ ഒരു ടീസ്പൂണ് നെയ്യ് കൂടി ഒഴിക്കുക അതിൻ്റെ മുകളിലേക്ക്. എന്നിട്ട് കഴിക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ആ ഒരു രീതിയിൽ കഴിക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന ടൈമിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമ്മുടെ തേങ്ങ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുക. ഒരു മിനിറ്റിനുള്ളിൽ മതിയാവും. ഒന്ന് തിളച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. സാധാരണ രീതിയിൽ നമുക്ക് നെയ്യ് ഇങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ചോറിട്ട് നമ്മുടെ കറി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ, നമ്മുടെ ഒരു 1/2 ടീസ്പൂൺ ആണെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സ്കൂളിലൊക്കെ പോണ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കൊടുക്കാം. നമ്മുടെ കറി ചൂടായി ഓഫ് ചെയ്യുന്ന സമയത്ത്, ഓഫ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഓഫ് ചെയ്യുന്ന ടൈമിൽ ആവശ്യത്തിന് നെയ്യ് ഒരു ടേബിൾ സ്പൂൺ വേണ്ടുന്നവർക്ക് 1 ടേബിൾ സ്പൂൺ, കറിയിൽ മൊത്തത്തിലാണല്ലോ അങ്ങനെ ഒഴിക്കാം. ഒരുപാട് ഫ്ലേവറൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ, ഞാനിപ്പോൾ ഇതിൽ 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങ് ആ നെയ്യുടെ കുത്തലുണ്ടായാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നമുക്ക് കറിയിൽ നമ്മുടെ ചോറിലാവുമ്പോൾ നമുക്ക് 1 ടീസ്പൂണൊക്കെ ചേർത്തിട്ട് അങ്ങനെ കഴിക്കാൻ നല്ലൊരു ഫ്ലേവർ ആൻഡ് ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് തേങ്ങ ചേർത്ത് ഒരു മിനിറ്റ് പോലും വേണ്ട, ഒന്ന് തിളയ്ക്കുക, ഓഫ് ചെയ്യുക. അതിനകത്തേക്ക് ഇത്തിരി നെയ്യ് കൂടി ഒഴിക്കുക കേട്ടോ. ഇനി ഞാനിതിൽ കടുക് വറുക്കുകയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം ഓൾറെഡി കടുക് വറുത്താണല്ലോ. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാടങ്ങ് ഇടേണ്ട, ആവശ്യത്തിന് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.